യെസ്, അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. കേസിൽ ഇന്ന് വളരെ നിർണായകമാണ്. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം വകുപ്പ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്നിവരുടെ ചോദ്യം ചെയ്യലിനും N വിജയകുമാറിന്റെ അറസ്റ്റിനും ശേഷമുള്ള അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ് സമർപ്പിക്കുക. വിഗ്രഹം കടത്തിയെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ അന്വേഷണ വിവരങ്ങളും സംഘം കോടതിയെ അറിയിക്കും. യെസ്, തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ SITയെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകമായ ദിവസമാണ്. അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് കേസിലെ വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പായിരുന്നു. അതിലൊക്കെ എന്ത് സംഭവിച്ചു? അതിൽ നിന്നുള്ള വിശദാംശങ്ങളൊക്കെ കോടതിയിൽ ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ കോടതി ചേരുന്ന സമയത്ത് തന്നെ അത് സമർപ്പിക്കുമെന്ന് അറിയുന്നു. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ സരിസ? അതേ ചിൽസി, അത്തരത്തിൽ ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് കരുതുന്നു. മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, അതുപോലെ തന്നെ KP ശങ്കരദാസിനെയൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ശേഷമുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ ശിവകുമാറിനെയൊക്കെ N വിജയകുമാറിനെയൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷമുള്ള വിവരങ്ങളായിരിക്കും കോടതിയിലേക്ക് എത്തുക. കൂടാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഒരു സമയത്ത് ഏറെ വിമർശനമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശങ്കരദാസിനെയും അതുപോലെ തന്നെ വിജയകുമാറിനെയും ചോദ്യം ചെയ്യുന്നില്ല, അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല എന്ന ഒരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടിയൊക്കെ ആരംഭിച്ചത്. ഈ വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിരിക്കും കോടതിയിലേക്ക് എത്തുക. കൂടാതെ തന്നെ ഈ വിഗ്രഹ കടത്തുമായിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളും ഇതിൽ ഉണ്ടാകുമെന്നാണ് ഉൾപ്പെടുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ SIT ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ശബരിമല സ്വർണ്ണയ്ക്ക് ബന്ധമുണ്ടെന്നും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ SIT ഇത് അന്വേഷിച്ചാൽ പോരാ, CBI വരണമെന്ന ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് SIT സത്യവാങ്മൂലം നൽകും. ഈ ഒരു രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള ഈ ഹർജിക്ക് സത്യവാങ്മൂലം നൽകും. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധത്തിൽ യാതൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നായിരിക്കും SIT ഹൈക്കോടതിയിൽ സൂചിപ്പിക്കുക. എന്നാൽ ഇത്തരത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ആയിട്ട് നടത്തിയ വിഗ്രഹ കടത്തടക്കം ഉൾപ്പെട്ട ഈ ഒരു അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം, എവിടെ എത്തി നിൽക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എന്നതിന്റെ ഒരു പൂർണ്ണ രൂപം ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നതായിരിക്കും. നമുക്കും ഇത്രയും നാൾ പല പേരുകൾ വന്നുപോയി, പല സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു, അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധമുണ്ടായി എന്നതൊക്കെ നമ്മളും വാർത്തകൾ നൽകിയതാണ്. ഇതിലൊക്കെ ഒരു കൂടുതൽ വ്യക്തത ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ തന്നെ ഇത്തരത്തിൽ CBI അന്വേഷിക്കുമോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിലേക്ക് നീങ്ങാനായിരിക്കുമോ കഴിഞ്ഞ കുറി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ എന്തുകൊണ്ടൊരു ആലസ്യം, എന്തുകൊണ്ടൊരു മെല്ലപ്പോക്ക് എന്ന് SITയോട് ഹൈക്കോടതി ചോദിക്കുന്നതും ആ നിലയ്ക്ക് SIT വെട്ടിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറെക്കുറെ 2 മാസം ആകുന്നു ഈ അന്വേഷണം. ഇത്രയും സമയം നീട്ടി നൽകിയിട്ടും ആ തൊണ്ടി മുതൽ പോലും കണ്ടെടുക്കാൻ SIT കഴിഞ്ഞിട്ടില്ല. ഈ തൊണ്ടി മുതലിന്റെ കാര്യത്തിൽ ഇപ്പോഴും SIT ഇരുട്ടിൽ തപ്പുകയാണ്. ശങ്കർദാസിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ന് വീണ്ടും ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതേ തരത്തിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ലേ? ആ നിലക്ക് ഇന്നത്തെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു ദിവസം SITയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നിർണായകമാണ്? SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. കാരണം ഈ വിഗ്രഹ കടത്തുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധമായിട്ടുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ ശങ്കർദാസിനെ ചോദ്യം ചെയ്യാത്ത കാര്യത്തിൽ ശങ്കർദാസിന്റെ ആരോഗ്യനില വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്കും അന്വേഷണം എത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ അറസ്റ്റിലായ
കാണാതായവരൊക്കെ അങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ തന്നെ ഈ ചോദ്യം ചെയ്ത ആൾക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി അടക്കം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരൊക്കെ ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വിധേയപ്പെട്ടതല്ലാതെ ഇതിൽ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളിലേക്ക് SIT എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലൊരു സൂചനയും ലഭിച്ചിട്ടില്ല. കൂടാതെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധത്തിൽ SITക്ക് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര ബന്ധവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന ആ ഒരു ഈ ഹർജി ചന്ദ്രശേഖർ നൽകിയ ഹർജി തന്നെ ഈ അത്തരത്തിലൊരു ബന്ധം കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SIT സത്യവാങ്മൂലം നൽകുന്നത്. അത്തരത്തിൽ കോടതിയിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ എവിടെ വരെ എത്തി, അന്താരാഷ്ട്ര ബന്ധത്തിൽ എന്തെങ്കിലും കണ്ടെത്താനായോ, മറ്റ് സംസ്ഥാനങ്ങൾ ഡിമണിയെ അടക്കം ചോദ്യം ചെയ്ത് അയാളുമായിട്ടുള്ള ബന്ധം കണ്ടെത്താനായോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രമുഖരായിട്ടുള്ള ഉന്നതരെ ചോദ്യം ചെയ്ത മുൻ ദേവസ്വം മന്ത്രി അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താനായി, എന്തുകൊണ്ട് ഈ മെല്ലെപ്പോക്ക് ഇപ്പോഴും തുടരുന്നു, ഒരു ക്ലാരിറ്റിയിൽ എന്തുകൊണ്ട് SITക്ക് എത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സേഫു ജിൽസി. യെസ് അനിസ്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടെ SIT ഇന്ന് നൽകുന്ന തീർച്ചയായും വലിയ വിമർശനം ഉണ്ടാവും. ജൽസി നോക്കിയോ, വലിയ വിമർശനം ഉണ്ടാവും. കാരണം ഇപ്പോഴും ഒരു ക്ലാരിറ്റിയും ഇല്ല. SIT അന്വേഷണത്തിൽ ഇപ്പോഴും വിഗ്രഹം കടത്തിയെന്ന് പറയുന്നു. വിഗ്രഹം കടത്തിയതിന് എന്താ തെളിവ്? വിഗ്രഹം കടത്തി എങ്ങോട്ട് കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, അത് എവിടെയുണ്ട്? ഈ സ്വർണ്ണ കൊള്ള തന്നെ ആവട്ടെ, ആ ഉരുപ്പടി എവിടെയുണ്ട്? കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണം എവിടെയുണ്ട്? അതിനകത്ത് എന്താണെന്ന് സേഫ്, ഉരുപ്പടി ഗോവർദ്ധനിൽ നിന്നും പങ്കജ് ഭണ്ഡാരിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പറ്റുമോ നമുക്കറിയില്ല. ഇപ്പോൾ കൊടുക്കുമ്പോൾ അറിയാം. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എങ്കിൽ കടുത്ത വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. സമയം നീട്ടിക്കൊടുത്തതാണ്. സമയം നീട്ടിക്കൊടുത്തു, രണ്ടുപേരെ അധികം കൊടുത്തു. അവർ ചോദിച്ചതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സമയം നീട്ടി നൽകുമോ? ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നുള്ള നിർണായകമാണ്.